നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. സ്മാർട്ട് ഫോൺ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, പലരുടെയും ജീവിതം തന്നെയായി മാറിയിരിക്കുകയാണ് അല്ലേ? രാവിലെ കണ്ണു തുറക്കുന്നതും രാത്രി കണ്ണടയ്ക്കുന്നതും ഫോണിലൂടെയാണ്. പക്ഷേ നമ്മളിൽ പലരും ദിവസവും ചെയ്യുന്ന ചില ചെറിയ ശീലങ്ങൾ ഫോണിനെയും നമ്മുടെ ആരോഗ്യത്തെയും ഒരുപോലെ അപകടത്തിലാക്കുന്നുണ്ടെന്നത് അറിയാമോ? ഉദാഹരണത്തിന്, രാത്രി ഉറങ്ങുമ്പോൾ ഫോൺ തലയ്ക്ക് തൊട്ടടുത്ത് വെച്ച് ഉറങ്ങുന്നവരുണ്ടാകും. സൗകര്യത്തിനാണെന്ന് കരുതുന്ന ഈ ശീലം യഥാർത്ഥത്തിൽ അപകടകരമാണ്. ഫോൺ ചാർജിലാണെങ്കിൽ അമിത ചൂട് കാരണം തീപിടുത്തം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം നമ്മുടെ ശരീരത്തിലെ മെലാറ്റോണിൻ ഹോർമോണിന്റെ ഉൽപാദനത്തെ ബാധിച്ച് ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ ഫോൺ എല്ലായ്പ്പോഴും പാൻസിന്റെ പോക്കറ്റിൽ കൊണ്ടു നടക്കാനാണ് നമുക്ക് ഏറെ സുഖം അല്ലേ? എന്നാൽ ആ ശീലവും അത്ര നല്ലതല്ല. ചില പഠനങ്ങൾ പറയുന്നത് ശരീരത്തോട് വളരെ അടുത്ത് ഫോൺ ദീർഘനേരം വയ്ക്കുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. പിന്നിലെ പോക്കറ്റിലാണെങ്കിൽ അറിയാതെ ഇരുന്നാലോ മറ്റോ ഫോൺ പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. മറ്റൊരു വലിയ തെറ്റ്, ഉറങ്ങുമ്പോൾ ഫോൺ നെഞ്ചിലോ വയറിലോ വെച്ച് കിടക്കുന്നതാണ്. ഇത് സുരക്ഷിതമായ ശീലമല്ല. അതുപോലെ തന്നെ കനത്ത വെയിലുള്ള സമയത്ത് കാറിന്റെ ഡാഷ്ബോർഡിലോ ഗ്ലോവ് ബോക്സിലോ ഫോൺ വയ്ക്കുന്നതും അപകടകരമാണ്. അമിത ചൂട് ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ ബാധിക്കാനും ചിലപ്പോൾ ഡാറ്റ പോലും നഷ്ടപ്പെടാനും ഇടയാക്കും. ഇനി ഏറ്റവും സാധാരണമായ മറ്റൊരു ശീലം, ബാത്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകുന്നത്. കുറച്ച് മിനിറ്റുകൾ സോഷ്യൽ മീഡിയ നോക്കാനോ വീഡിയോ കാണാനോ വേണ്ടി കൊണ്ടുപോകുന്ന ഫോൺ ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും വാസസ്ഥലമായി മാറാം. പിന്നീട് അതേ ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ അണുബാധ പകരാനുള്ള സാധ്യതയും വർദ്ധിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഉറങ്ങുമ്പോൾ ഫോൺ തലയിണക്കടിയിലല്ല, കട്ടിലിന് സമീപമുള്ള മേശപ്പുറത്ത് തലയിൽ നിന്ന് ഏകദേശം 1 മീറ്ററെങ്കിലും അകലെ വയ്ക്കുക. പോക്കറ്റിന് പകരം കഴിയുമെങ്കിൽ ബാഗിൽ തന്നെ സൂക്ഷിക്കുക. കാറിൽ വെക്കേണ്ടി വന്നാൽ നേരിട്ട് ചൂടേൽക്കാത്ത സ്ഥലത്ത് വയ്ക്കുക. ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി കൊണ്ടുപോയാൽ ഇടയ്ക്കിടെ ആൽക്കഹോൾ വൈപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതും ശീലമാക്കുക. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ ചെറിയ ഉപകരണം സുരക്ഷിതമായി ഉപയോഗിച്ചാൽ അത് നന്നായി പ്രവർത്തിക്കുമെന്നത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യവും ഒരു പരിധിവരെ സംരക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ശീലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കുമുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലതാകും.